സുനിത മാം, വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം സുനിത മാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം. സുനിത മാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമസ്കാരം. എവിടെയാണ് സുനിത മാം വീട്? മലപ്പുറം. എവിടെയാ വീട്? മലപ്പുറം മലപ്പുറം മലപ്പുറം. ഓക്കേ. ആ, മോർണിംഗിനൊരു മത്സരത്തിൽ പങ്കെടുത്ത കാര്യം പറഞ്ഞിരുന്നോ വിനായക് മേനൻ? ഇല്ല ഇല്ല, മോൻ നാട്ടിലില്ല. മോനെ പുറത്താ പഠിക്കുക, ന്യൂസിലാൻഡിലാ. ന്യൂസിലൻഡിലാണോ? എന്താ പഠിക്കുന്നത് ന്യൂസിലൻഡിൽ? അവൻ മാസ്റ്റേഴ്സ് എടുക്കാൻ പോയതാ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗില്. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. സോ ന്യൂസിലൻഡിൽ നിന്നാണോ അപ്പൊ ഈ മത്സരത്തിൽ പങ്കെടുത്തത് അല്ലേ? ആയിരിക്കും. അപ്പം അമ്മയോട് പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇന്ന് റിസൾട്ട് വരും എന്ന് പറഞ്ഞിരുന്നോ? ഇല്ല ഇല്ല, അത് അവർക്ക് എല്ലാപ്പോഴും സർപ്രൈസുകളാ, അതിൽപ്പെട്ടതായിരിക്കും ഇതും. വീട്ടിലേത് കാറാ ഇപ്പൊ ഉപയോഗിക്കുന്നത്? വീട്ടിൽ കാറൊന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല, മക്കളെ വണ്ടിയാണുള്ളത്. മോനെ മൂത്താൾ പുറത്ത് ന്യൂസില്, ഇവിടെ ഓസ്ട്രേലിയയില്, അവർക്ക് വണ്ടിയുണ്ട്. വീട്ടില് വണ്ടി ഓടിക്കാൻ ആളില്ല. അതവിടെയാണ്. അപ്പൊ വീട്ടിലിപ്പം നമ്മുടെ വീട്ടിൽ വണ്ടി ഇല്ല അല്ലേ? ഇല്ല ഇല്ല. അവിടെ അച്ഛനോ വേറെ ആരാ ഉള്ളത് വീട്ടിൽ സുനന്ദാമ്മയ്ക്കൊപ്പം? അച്ഛൻ ഇപ്പൊ ഉണ്ട് ഇവിടെ, പുറത്തു പോയതാണ്. എന്താണെന്ന് സർപ്രൈസ് ചോദിക്കുന്നു. എന്താണ് സർപ്രൈസ്? അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ പുറത്തായിരുന്നു കുറെ കാലം. പറയാം. അച്ഛൻ എന്താ ചെയ്യുന്നത്? ഡ്രൈവ് ചെയ്യാൻ അറിയാമോ? അച്ഛന് ഡ്രൈവ് ചെയ്യാൻ അറിയാമോ? ഇല്ല ഇല്ല ഇല്ല. പ്രൈസ് പറയൂ. ഞാൻ ആണല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ? ബാക്കി അതെ. പറയാം. ഞാൻ ഡ്രൈവിംഗ് എന്നൊക്കെ ചോദിക്കുമ്പോ എന്തായാലും ചെറിയൊരു സമ്മാനമല്ല എന്ന് ഉറപ്പിച്ചോളൂ. ആണോ? ഓക്കെ. ഞാന് മോനുണ്ടാവണം, അനിയത്ര മോനുണ്ട് അവിടെ കൊച്ചിയിൽ. അതാ ഞാൻ ചോദിച്ചത്, ഡ്രൈവിംഗ് അറിയോന്ന് ചോദിച്ചപ്പോ എനിക്ക് സംശയം. സംശയിക്കേണ്ട. റിപ്പോർട്ടർ ടി വിയിൽ ഞാൻ അരുണാണ് സംസാരിക്കുന്നത്. എനിക്കിപ്പോൾ വിനീതയുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മൈജിയുടെ എറണാകുളത്തെ എപ്പിക് ഷോറൂമിലാണ്. അപ്പോൾ റിപ്പോർട്ടർ മൈജിയും ചേർന്നാണ് ലോകകപ്പിലെ പ്രവചന മത്സരം സംഘടിപ്പിച്ചത്. അതില് ഏതു ടീം വിജയിക്കും, എത്ര ഗോളിന് വിജയിക്കും, ആരായിരിക്കും ഫൈനലിൽ എത്തുക, ഈ 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. 14 ലക്ഷം പേര് പങ്കെടുത്തു. അതിൽ സുനന്ദാമ്മയുടെ മകൻ വിനായക് പറഞ്ഞ ഉത്തരം ശരിയാണ്. 100 പേര് ശരിയുത്തരം, 110 പേര് ശരിയുത്തരം അയച്ചു. ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് സുനന്ദാമ്മയുടെ മകനാണ് അല്ലേ? വിനയ് മേനൻ അല്ലേ? വിനായക് മേനനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനമായി മലപ്പുറത്തെ വീട്ടിലേക്ക് നമ്മളൊരു ടൊയോട്ട ഗ്ലാൻസ കാറാണ് സമ്മാനമായി നൽകുന്നത്. ടൊയോട്ട ഗ്ലാൻസ കാർ. സന്തോഷായോ? സന്തോഷായി. അപ്പൊ ഇനി ഡ്രൈവിംഗ് പഠിക്കണം, സുനന്ദാമ്മ പഠിക്കണം. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അച്ഛന്റെ പേരെന്താണ്? പേര് സോമസുന്ദരൻ. അച്ഛന്റെ പേര് സോമസുന്ദരൻ. സോമസുന്ദരൻ. അപ്പൊ സോമസുന്ദരൻ സാറിന്റെ അടുത്ത് ഡ്രൈവിംഗ് പഠിക്കാൻ പറയണം. സുനന്ദാമ്മയും പഠിക്കണം. ഓക്കെ. സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ വിനായകനോട് അന്വേഷണം പറയും. വിനായകന്റെ ജ്യേഷ്ഠന്റെ പേരെന്താണ്? അതെ, ഇത് റിപ്പോർട്ടർ ടിവിയിൽ ഇപ്പൊ ലൈവായിട്ട് നാട്ടുകാർ മുഴുവൻ കണ്ടോണ്ടിരിക്കുക കേട്ടോ. റിപ്പോർട്ടർ ടിവിയിലൂടെ ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുകയാണ് നമ്മൾ സംസാരിച്ചത്. ടി വി ചില കാണാൻ പറ്റൂല, കേൾക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രമൊക്കെ മോശമാണല്ലോ എന്ന് പറയാൻ വന്നതാ. അതെ അതെ, അരുൺ സാർ തന്നെയാണ്. ചെറിയൊരു ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഞാൻ തന്നെയാണ് സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. സോ മനസ്സിലായി, അത് തന്നെയാണ്, അരുൺ തന്നെയാണ് കേട്ടോ. താങ്ക് യു. അപ്പോ കാറ് വാങ്ങാൻ വരുമ്പോ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, ഉടൻ അറിയിക്കും കേട്ടോ. തീയതി അറിയിക്കാം. തീയതി അറിയിക്കാം. തീയതി ഇവിടെ നിന്ന് അറിയിക്കും കേട്ടോ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് സുനന്ദാമ്മ, വിനായക് മേനൻ. താങ്ക് യു.